എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫൈനൽ സ്റ്റേജിലോട്ട് കടക്കുകയാണ്. അപ്പോൾ BSc നഴ്സിംഗിൻ്റെ മാത്രമായിട്ടുള്ള NRI സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്ടോബർ 24-ാം തീയതി LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള തിരുവനന്തപുരത്തും കളമശ്ശേരിയിലും വെച്ച് നടക്കുകയാണ്. സോ NRI സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഒക്ടോബർ 24-ാം തീയതി രാവിലെ 10:30 മുൻപായിട്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തി സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവണം. ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആയാൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ അലോട്ട്മെൻറ്റ്സിലൊന്നും പരിഗണിക്കത്തില്ല. സോ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ LBSന്റെ പ്രോസ്പെക്ടസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ അലോട്ട്മെൻറ്റ് വഴി കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC നിർബന്ധമാണ്. സോ അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യുക, കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NRI കോട്ടയിലുള്ള വേക്കൻറ്റ് സീറ്റ്സിന് വേണ്ടി. BSc നഴ്സിംഗ് കോഴ്സിന് വേണ്ടി മാത്രമാണ് ഈ NRI കോട്ടയിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന തീയതി അതായത് ഒക്ടോബർ 24-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന അപേക്ഷകർ തങ്ങളുടെ NRI സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതാണ്. ചെക്കിങ്ങിന് കൊടുക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ NRI സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷം മാത്രമേ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. സോ എന്തെങ്കിലും വിധത്തിൽ സർട്ടിഫിക്കറ്റിൽ വല്ല മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വന്നാൽ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യില്ല, ഇതിൽ പരിഗണിക്കുകയില്ല എന്നും വ്യക്തമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് NRI സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം കോളേജ് അല്ലെങ്കിൽ കോഴ്സ് മാറ്റം അനുവദിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് NRI സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യേണ്ടി വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീ കൊടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്താൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല. സോ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ നേരത്തെ അടച്ചിട്ടില്ല എങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് ഒരു കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. നേരത്തെ ടോക്കൺ ഫീ അടച്ചവരെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അടയ്ക്കണമെന്നില്ല. പിന്നെ ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കും. അതായത് സീറ്റ് വേക്കൻസിയൊക്കെ നമുക്ക് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രത്യേകം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ട്രിവാൻഡ്രത്തുള്ളതും കളമശ്ശേരിയിലുള്ളതായിട്ടുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും അവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീ കൊടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. അതെന്താണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസായിട്ട് 25,000 രൂപ അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായി കൊടുക്കേണ്ടതാണ്. സോ നിങ്ങൾ ടോക്കൺ ഫീസും കൂടെ എന്ത് ചെയ്യുക, കരുതേണ്ടതാണ്. ബാക്കി പൈസ, അതായത് ബാക്കി തുക എമൗണ്ട് നിങ്ങൾ കോളേജ് ജോയിനിങ് ടൈമിൽ അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾ നേരത്തെ ടോക്കൺ ഫീസ്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, സോ നിങ്ങൾക്ക് ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണോ നിൽക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്താണോ കളമശ്ശേരിയിലാണോ ഏത് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണോ നിൽക്കുന്നത്, ആ സെൻറ്ററിൽ 25,000 രൂപ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. സോ ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്തവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസും കൂടെ നിങ്ങളെ കൂടെ കരുതുക. സോ നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കോളേജിൽ നിന്നും എന്ത് വേണം, NOC വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു. സോ എല്ലാവരും ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപേക്ഷകർ അല്ലെങ്കിൽ അപേക്ഷകൻ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ, അതെന്താണ്, കോളേജ് ജോയിനിങ് സമയത്ത് എത്താതിരിക്കാൻ പറ്റാതെ ഇരുന്നാൽ മാത്രം മൂന്നാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതിയാവും. സോ ഇതിൽ മൂന്നാമത്തെ പേജിൽ ഒരു ഓതറൈസേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്താൽ മതി, ഹാജരാക്കിയാൽ മതിയാവും. ഇനി അടുത്ത് പറയുന്നത് LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ്. ഈ BSc നഴ്സിംഗ് NRI കോട്ട സീറ്റ്സിൻ്റെ അലോട്ട്മെൻറ്റ്സ് നടക്കുന്ന LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്തുണ്ട്, കളമശ്ശേരിയിലുണ്ട്. അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് മൂന്നാമത്തെ പേജിൽ ഉള്ള ഓതറൈസേഷൻ ഫോം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടതാണ്. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. സോ എന്ത് ചെയ്യുക, എല്ലാവരും കറക്റ്റായിട്ട് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നേരത്തെ തന്നെ എത്തി ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക. വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. സോ NRI കോട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത് വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, LBSനെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ എല്ലാവരും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. സോ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ടോക്കൺ ഫീസിൻ്റെ കാര്യം പറഞ്ഞതും മറക്കരുത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയാലും നിങ്ങളുടെ ഇൻഡെക്സിൻ്റെയും പിന്നെ റാങ്കിൻ്റെയും പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ റാങ്കിൻ്റെ ഇൻഡെക്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സീറ്റ്സ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ കാറ്റഗറി റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്, ഇതുവരെ അലോട്ട്മെൻറ്റ്സിലൊന്നും കിട്ടിയില്ല, ഇനി സ്പോട്ടിന് പോകുമ്പോൾ കിട്ടുമോ എന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പോട്ട് അലോട്ട്മെൻറ്റിലും
ഇൻഡെക്സിൻ്റെയും റാങ്കിൻ്റെയും പിന്നെ കാറ്റഗറി റിസർവേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല ഇന്ന ആൾക്ക് കിട്ടും ഇന്ന ആൾക്ക് കിട്ടൂല എന്ന്. അതായത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ റാങ്കിൻ്റെയും പിന്നെ ഇൻഡെക്സിൻ്റെയും പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു. സോ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഈ NRI കോട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നതും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഏത് അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ്. ഏത് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതും സാധാരണ നോർമൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരുപോലെയാണ്. ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഇനി LBSൻ്റെ ജനറൽ നഴ്സിംഗ് പിന്നെ ഓക്സിലറി നഴ്സിംഗ് കോഴ്സിന് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തിയാലും, LBSൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തിയാലും, LBSൻ്റെ ബാക്കിയുള്ള കോഴ്സസിന് ഇതേപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തിയാലും ഇതേ സെയിം കാര്യമാണ് അവർ കണക്കിലെടുക്കുന്നത്. നേരത്തെയുള്ള അലോട്ട്മെൻറ്റുകളിൽ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്ത കോളേജിൽ നിന്നും വാങ്ങിക്കേണ്ടതുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.